ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വരട്ടെ. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കശുവണ്ടിയും മുന്തിരിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുവിധം ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അത് നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇവിടെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഗോതമ്പ് പൊടി നന്നായിട്ട് ഈ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് കരിഞ്ഞു പോകാതെ നന്നായിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ആ നെയ്യിൽ പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുത്ത് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര നീര് ഒഴിച്ച് കൊടുക്കണം. ശർക്കര നീരിന് ഇത്തിരി കട്ടിയായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ പൊടിയിൽ നന്നായിട്ട് പിടിക്കുന്നവരെ നന്നായിട്ട് ഇളക്കി കട്ടകളില്ലാതെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ അങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നെയ്യും ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഒപ്പം മധുരം പോരെങ്കിൽ ശർക്കര നെയ്യും ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ നന്നായിട്ട് ഇളക്കി അതിലേക്ക് പൊടി നന്നായിട്ട് വേകുന്നത് വരെ ഈ മിക്സിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇവിടെ ഞാൻ കുറേശ്ശെ ശർക്കര നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഹൽവയാകുമ്പോഴേക്കും നല്ല മധുരം ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ കുറേശ്ശെ ശർക്കര നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പാനിന് വിട്ട് വരുന്ന പരുവം വരെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും എല്ലാം ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് പാനിൽ നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗോതമ്പ് ഹൽവ ഇവിടെ തയ്യാറായി. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി തണുത്ത് കഴിയുമ്പോഴേക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇനി അടുത്ത പുതിയ